IPL ഇന്ന് കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ മുഖാമുഖം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ന് രാത്രി 7:30 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസു തത്സമയം വരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയും. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ തമ്മിലാണ് ഇന്നത്തെ IPL ഏറ്റുമുട്ടുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത്തവണത്തേക്ക് വന്നപ്പോൾ രണ്ട് ടീമുകളുടെയും അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ്. കാരണം 3 മത്സരങ്ങളിൽ 2ലും തോറ്റു. 2 പേർക്കും ജയിക്കാനായത് ഏറ്റവും ദുർബലരൊക്കെ നിന്ന് ഒരു തരത്തിൽ വിശേഷിപ്പിക്കാവുന്ന രാജസ്ഥാനോട് മാത്രമാണ് 2 ടീമിനും ജയിക്കാനായത്. കൊൽക്കത്തയ്ക്കാവട്ടെ അവർ കഴിഞ്ഞ തവണത്തെ കിരീടം നിലനിർത്തി, കിരീടം 2 തവണ ഒരു തവണ നിലനിർത്തുന്ന ആ ടീം എന്ന റെക്കോർഡിലേക്ക് മുംബൈക്കും ഒപ്പം തന്നെ ചെന്നൈക്കും ഒപ്പം എത്താമെന്ന വലിയ പ്രതീക്ഷയോടുകൂടെയാണ് എത്തിയത്. പക്ഷേ ഗൗതം ഗംഭീറും ശ്രേയസ് അയ്യരും ഒന്നും ഇല്ലെങ്കിൽ കൊൽക്കത്ത ഇതാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഇതുവരെ അവരുടെ പവർ ഹിറ്റർമാർക്ക് ആർക്കും തന്നെ താളം കണ്ടെത്താനായിട്ടില്ല. വെങ്കടേഷ് അയ്യരുടെ കാര്യമാണ് അങ്ങേയറ്റം കഷ്ടം. 23.75 കോടി എന്ന വലിയ പ്രൈസ് ടാഗുമായി എത്തിയ വെങ്കടേഷ് അയ്യർക്ക് ഇതുവരെ നേടാനായത് വെറും 9 റൺസാണ്. അതുപോലെ തന്നെയാണ് ആന്ധ്രേ റസലിൻ്റെയും റിങ്കു സിംഗിൻ്റെയും ഒക്കെ തന്നെ കാര്യം. ബൗളർമാരും വലിയ രീതിയിൽ ഇതുവരെ തിളങ്ങിയിട്ടില്ല എന്നുള്ളത് നിലവിലെ ചാമ്പ്യന്മാർക്ക് വലിയ തലവേദനയാവുന്നുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യവും അതുതന്നെയാണ്. ആദ്യ മത്സരത്തിൽ 286 റൺസൊക്കെ അടിച്ച് എപ്പോൾ 300 അടിക്കുമെന്ന തരത്തിലൊക്കെ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അവർക്ക് 200 കടക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെയും പവർ ഹിറ്റർമാർ വലിയ നനഞ്ഞ മടക്കങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവിസ് ഹെഡിന് മാത്രമാണ് സ്ഥിരതയുള്ളത്. ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് തുടങ്ങിയെങ്കിലും അടുത്ത മത്സരത്തിൽ 0-2 എന്നിങ്ങനെയൊക്കെയാണ് ഇഷാൻ കിഷൻ്റെ സ്കോറ്. അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ സങ്കടം ആരാധകർക്ക്. കഴിഞ്ഞ തവണ വളരെ എക്സ്പ്ലോസീവായ തുടക്കം നൽകിയ അഭിഷേക് ശർമ്മയ്ക്ക് ഇത്തവണ ആ തരത്തിലൊരു പ്രകടനം ഉണ്ടാവുന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡിയിൽ നിന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെരുമയ്ക്കത്തെ ഒരു പ്രകടനം ഇത്തവണ ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരുപക്ഷെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ടീമുകളാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. അവർ ഏറ്റുമുട്ടുമ്പോൾ ആ കരകയറി വരുന്ന ടീം ആരെന്നതാണ് ചോദ്യം. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് ഇന്നത്തെ മത്സരം. സ്പിന്നർമാർക്ക് വലിയ റോളുള്ള ഒരു പിച്ചാണ്. അതുകൊണ്ട് ഈ കൂടുതൽ ആധിപത്യം ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് തന്നെയാണ്. അവരുടെ കയ്യിലുള്ള സുനിൽ നരയനും വരുൺ ചക്രവർത്തിയും അവർ ഫോമിലേക്ക് വരുന്നാൽ അവരുടെ ആ മിസ്റ്ററി സ്പിന്നർ എന്നുള്ള ആ ടാഗ് ലൈൻ അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായി സാധിച്ചാൽ കൊൽക്കത്തയ്ക്ക് വലിയ സാധ്യതകളുണ്ട്. നേർക്കുനേർ കണക്കുകളിലേക്ക് വന്നാൽ കൊൽക്കത്തയ്ക്കാണ് ആധിപത്യം. 28 മത്സരങ്ങളിൽ 19ലും ജയിച്ചത് കൊൽക്കത്തയാണ്. SRHന് ജയിക്കാനായത് വെറും 9 മത്സരങ്ങളിലായി. എന്തായാലും ഒരു ഉശിരൻ പോരാട്ടം തന്നെ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ഫൈനലിസ്റ്റുകളാണ്. കണക്ക് തീർക്കാൻ SRH ഒപ്പം തന്നെ ആ പ്രകടനം കഴിഞ്ഞ തവണത്തെ കപ്പടിച്ച പ്രകടനം ആവർത്തിക്കാൻ കൊൽക്കത്തയും ഇറക്കുമ്പോൾ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നമുക്കൊരു ഇടിവെട്ട് പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.